ശരി, അതൊക്കെ പോട്ടെ. ബന്ധുക്കളെ എല്ലാവരെയും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചു എന്ന് വെച്ചോ. പക്ഷേ അവനോടോ, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന അവനോട് എന്തു പറയും? ഒരു രാത്രി മുഴുവൻ ഒരു അന്യ പുരുഷനുമായി വെളിയിൽ തങ്ങിയിട്ട് രാവിലെ അവന്റെ കൂടെ തിരിച്ച് വീട്ടിൽ വന്നോ? എന്നിട്ട് ഒരു തെറ്റും ചെയ്തില്ലെന്നോ? നിങ്ങൾ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോയോ അവൻ കണ്ടതാ? ഇല്ല അപ്പച്ചി, എന്നെ ഒന്ന് വിശ്വസിക്ക. ഞാൻ ഒരു തെറ്റായ കാര്യവും ചെയ്തിട്ടില്ല, സത്യമായിട്ടും. എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? ബാക്കിയുള്ളവരോട് എന്ത് സമാധാനം പറയും? നിന്റെ ചാരിത്രത്തിൽ വന്ന കളങ്കത്തിന് നീ എന്ത് ഉത്തരമാ കൊടുക്കുക? നിന്റെ കല്യാണം നീ ആ പ്രദീപിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിക്കും? ഞാനൊരു കാര്യം പറയാം, നീ ഇതെല്ലാം വിട്ടുകളാം. നീ ആ പ്രദീപിനോട് പോയി എല്ലാ കാര്യവും തുറന്നു പറ. അവൻ ഈ ബന്ധം വേണ്ടെന്ന് വെക്കുന്നതിന് മുന്നേ ഈ ബന്ധം നടക്കുകയാണെങ്കിൽ നമ്മുടെ മാനം രക്ഷപ്പെടും. ഈ കല്യാണം നടക്കാതെ പോയാ നിന്റെ അച്ഛന് സഹിക്കാൻ പറ്റില്ല. അങ്കിൾ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കും അങ്കിൾ. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ സാരമില്ല, പക്ഷെ അവര് പറയുന്നത് കേൾക്കരുത്. കാരണം അങ്കിളിന്റെ മോളുടെ കാര്യം. അടങ്ങി ഒതുങ്ങി മിണ്ടാതെ നിന്നില്ലെങ്കിൽ ഒറ്റ ബുള്ളറ്റിൽ നീ തീരും. ഇവന്റെ വായ കെട്ടിവെക്കേ. മിണ്ടാതിരുന്നോളാം. മോനെ, എനിക്ക് സംസാരിക്കാനുള്ള യോഗ്യതയില്ലെന്നറിയാം. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, സംഭവിച്ചതെല്ലാം തെറ്റ് തന്നെയാ. പക്ഷെ ആ തെറ്റ് അത് തിരുത്താനാകും മോനെ. എന്റെ മോള് നല്ലൊരു കുട്ടിയാ. അമ്മയുടെ സ്നേഹം കിട്ടാതെ അവൾ വളർന്നത്. പക്ഷെ ഒരു അച്ഛന് നോക്കാൻ കഴിയാവുന്ന അത്രയും നല്ല രീതിയിൽ ഞാൻ അവളെ നോക്കി. പക്ഷെ അമ്മ തന്നെയല്ലേ. ഒരു പക്ഷെ അതുകൊണ്ട് തന്നെയാവും ദിശയിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചത്. നോക്കുമോനെ, ഞാനിപ്പോ നിന്നോട് കൈകൂപ്പി അപേക്ഷിക്കുകയാണ്, ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറരുത്. നീയാണ് ആദ്യം ഇങ്ങോട്ട് വന്ന് എന്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് എന്റെ മോൾക്ക് വേണ്ടി. അവളെ നീ സ്വീകരിക്കണം. നോക്കൂ ബഹുമാന്യനായ സാർ, താങ്കളുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ കാര്യങ്ങൾ വളരെ വഷളായിപ്പോയി. നിങ്ങളിപ്പോ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഒരിക്കലും നടക്കില്ല. നിങ്ങളുടെ മകളുടെ വിവാഹം ഇനി ഒരിക്കലും നടക്കില്ല. നോക്കൂ സഹോദര, അങ്ങനെ മാത്രം പറയരുത്. ദിശ നല്ല കുട്ടി തന്നെയാ. നിങ്ങളുടെ കുടുംബത്തെ അവൾ നല്ല രീതിയിൽ തന്നെ നോക്കും. അവളൊരു ടീച്ചർ കൂടിയാ. നിങ്ങൾക്കാർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. അവൾക്കൊരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. നിങ്ങളുടെ സ്വന്തം മകളെ പോലെ കരുതി നിങ്ങൾ അവളോട് ക്ഷമിക്കണം. പ്ലീസ്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ മകളെ പോലെ എങ്ങനെ കരുതും ചേട്ടാ? പിന്നെ ഞങ്ങളുടെ മകൾ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുകയില്ല. ഇനി ഇങ്ങനെ എങ്ങാനും ചെയ്താൽ ഞങ്ങൾ അവളെ കൊന്നുകളഞ്ഞേനെ. ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ പോയി കൈകൂപ്പേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചേട്ടാ, നിങ്ങൾ നിങ്ങളുടെ മകളെ കുറേയധികം പഠിപ്പിച്ചതല്ലേ? പക്ഷെ നല്ല പെരുമാറ്റം ഇതുവരെ ശീലിപ്പിച്ചിട്ടില്ല. കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. പുറത്ത് തോന്നിയ പോലെ നടന്നവരെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ കൊള്ളില്ല. പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അറിയാതെ ചെയ്തു പോയ തെറ്റായിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് ക്ഷമിക്കാമായിരുന്നു. ഇത് കണ്ണിൽ നോക്കി കള്ളത്തരം ചെയ്യുന്നവരെ എന്ത് ചെയ്യണം? എന്നോട് ക്ഷമിക്കണം ചേട്ടാ. ഈ ബന്ധം ഒരിക്കലും നടക്കില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് പറയാം. എന്റെ മോളെ നിങ്ങൾ സ്വീകരിക്കണം. ഇത് ഞാൻ നിങ്ങളുടെ കാൽക്കൽ വയ്ക്കാം. ചന്ദ്രൻ സാറുടെ മാനം കളഞ്ഞിരിക്കുക ആ ദിശ. അവൾ എന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയോ അന്ന് മുതൽ ആ കുടുംബത്തിന്റെ അഭിമാനമില്ലാണ്ടായി. ഇങ്ങനെയൊരു മകൾ ഇല്ലാതിരിക്കുന്നതാ നല്ലത്. അങ്കിൾ എൻ്റെ കൂടെ വരും. നോക്കങ്കിൾ,
ഞാൻ അങ്കിളിനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്കിളുടെ മകളുടെ കാര്യം മാത്രമേ ഓർക്കുന്നുള്ളൂ, എൻ്റെ കാര്യമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് എനിക്കൊരിക്കലും അവളെ സ്വീകരിക്കാൻ കഴിയില്ല. ഇത് എൻ്റെ ലൈഫിൻ്റെ കാര്യം കൂടിയാണ് അങ്കിൾ. ഐ എം റിയലി സോറി. ഇതെല്ലാം ഞാൻ കാരണമാണ് ഉണ്ടായത്. ഞാൻ ദിശയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അവളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന പോലെയായി. മോനെ, ഒരു പ്രാവശ്യം നീ ഒന്ന് ഞങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്. ഈ കല്യാണം വേണ്ടെന്ന് വെക്കരുത്. ഒരു പെൺകുട്ടിയുടെ വിവാഹം ഒരിക്കൽ മുടങ്ങിയാൽ പിന്നെ ആരും അവളെ സ്വീകരിക്കാൻ തയ്യാറാവില്ല. നീ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മോനെ, ഒരു പ്രാവശ്യം നിനക്ക് അവളോട് ക്ഷമിച്ചൂടെ? പിന്നെ ഒരു പെണ്ണിന്റെ അഭിമാനം അവളുടെ ഭർത്താവിനോടൊപ്പമാണ്. കല്യാണം കഴിഞ്ഞ് നിന്റെ പേര് അവളോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാ അപമാനവും മാറും. നിന്റെ അഭിമാനത്തിന് ഒരു കുറവും സംഭവിക്കില്ല. മോനെ, ഞങ്ങളുടെ കുട്ടിയുടെ അഭിമാനം രക്ഷിക്കണം. ഇതെന്നെ എങ്ങനെ ബാധിക്കാതിരിക്കാനാ? ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ എങ്ങനെ മറക്കാനാ? എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് ഈ കല്യാണം കഴിക്കാൻ സാധിക്കില്ല. കൊള്ളാലോ മുന്നേ, നിന്നെ കാണാൻ എന്തൊരു ഭംഗി. ശരിക്ക് സിനിമ നടിയ പോലെയുണ്ട്. ആ, ഞാൻ ആ കോൺട്രാക്ട് മുഴുവൻ വായിച്ചായിരുന്നു. ഐ എം ഓക്കെ വിത്ത് ഓൾ ദ ക്ലോസസ്. പക്ഷെ ഒരു ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. അല്ല, ഞാൻ പിന്നെ സംസാരിച്ചോളാം. ഓക്കെ? ഇത് പിന്നെ ഞാൻ ആദ്യമായിട്ടല്ല, കുറെ നാൾ കഴിഞ്ഞല്ലേ സാരി ഉടുക്കുന്നത്. മൈഥിലി അടുത്ത് സഹായിച്ചു. എങ്ങനെയുണ്ട്? നിങ്ങളോട് ചോദിക്കാന്ന് കരുതി. എന്തേലും പ്രശ്നമുണ്ടോ? നന്നായിട്ടില്ലേ? നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴാ നീ പഴയതുപോലെ ആയത്. സിമ്പിൾ. എൻ്റെ പ്രിയപ്പെട്ട ബലൂൺ, ലാളിത്യ നിന്റെ സൗന്ദര്യം. ചിലരൊക്കെ എന്നോട് പറയാറുണ്ട് ഞാൻ ഭയങ്കര ഹോട്ട് ആൻഡ് സ്മാർട്ടാണെന്ന്. പക്ഷെ എനിക്കറിയാം ഞാൻ ബെസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ നിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വെറൊരു ആവറേജ് ആണെന്ന്, ഒന്നും അല്ലാത്തതുപോലെ ഒരു തോന്നൽ. പക്ഷെ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ബെസ്റ്റ് കപ്പിൾ തന്നെയാണ്. ഇത് ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് പറഞ്ഞതൊന്നുമല്ല. നമ്മളെ കാണുമ്പോൾ എല്ലാവരും പറയും, വാ, കപ്പിളായ ഇങ്ങനെ വേണമെന്ന്. അല്ല, നിന്റെ താലി എവിടെ? അത് ഞാനത് മറന്നുപോയി അല്ലേ? നിക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. നോക്ക് തനു, ഇല്ല, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷെ എനിക്കും ചില നിബന്ധനകളുണ്ട്. ഒന്ന്, അങ്ങേരെ എന്നെ തൊടാൻ പറ്റൂല. പിന്നെ ഞാൻ അങ്ങേരുടെ കൂടെ കിടന്ന് ഉറങ്ങിയില്ല. അങ്ങേര് വേറെ കിടക്കും, ഞാൻ വേറെ. പിന്നെ ഈ താലിയും സിന്ദൂരം ഒന്നും ഞാൻ ഇടൂല, പറഞ്ഞേക്കാം. നിനക്കെന്ത് വട്ടാണോ മുന്നി? ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വീട്ടിൽ പോകുന്നത്? നീ മറക്കരുത്, നീ ആ വീട്ടില് ഏട്ടന്റെ മുന്നില് മിസ്സിസ് മേനോനാണ്, മിസ്സിസ് പ്രിയ മേനോൻ. അപ്പോ നീ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും സംശയം തോന്നില്ലേ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആവും. പിന്നെ എന്തിനാ വീട്ടിലേക്ക് പോകുന്നേ? ശരി, ഇതൊക്കെ ഇടണമെങ്കിൽ ഇടാം, പക്ഷെ അങ്ങനത്തെ കൈ കൊണ്ട് പറ്റൂല. ഓ മൈ ഗോഡ്, എന്തൊക്കെ നിബന്ധനകളാ!
നീ പറയുന്നത് കേട്ടതൊന്നും നീയെ ഞങ്ങൾക്ക് പണം തരുന്നതെന്ന്. ഞങ്ങൾ പറയുന്നത് ചെയ്യാനാ നിന്നെ ഞങ്ങളിവിടെ കൊണ്ടുവന്നേ. അപ്പൊ എന്ത് ചെയ്യും ചെയ്യില്ല എന്ന് നീ പറയേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു ഫോളോ മൈ ഓർഡേഴ്സ്. ഐ മീൻ അവർ ഓർഡേഴ്സ്. അത് പിന്നെ ഇംഗ്ലീഷ് മീഡിയം. ഞാൻ പറയണ കൂടെ കേക്ക്. ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഒരു പയ്യൻ ഒരു പെങ്കൊച്ചിന് സിന്ദൂരം ഇട്ട് കൊടുത്താലോ താലി കെട്ടിയാലോ അവരുടെ കല്യാണം കഴിഞ്ഞെന്ന അർത്ഥം. എനിക്ക് പൈസ തന്നൊന്ന് കരുതി എന്നെ വിലക്കെടുക്കാൻ കിട്ടൂല, മനസ്സിലായ? ഞാൻ സിന്ദൂരം ഇടൂല താലി ഇടൂല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു തന്നെ. അതിൽ ഇനി ഒരു മാറ്റവും ഇല്ല. അന്തസ്സായി കല്യാണം കഴിക്കാതെ ഭാര്യയായിട്ട് കഴിയാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്നെ കൊണ്ടൊക്കൂല. എന്തായാലും നിനക്ക് ചെയ്തേ പറ്റൂ. പറ്റൂലെന്ന് പറഞ്ഞില്ലേ? എന്റെ അഭിമാനവും സംസ്കാരവും അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ പണം കൊണ്ട് എന്നെ വിലക്കെടുക്കാന്ന് വിചാരിക്കണ്ട. നിങ്ങൾ കുറച്ച് കാശം തന്നിട്ട് നാളെ എന്നോട് അഭിമാനം വിൽക്കാൻ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയണേ? എന്ത് ചെയ്യണതിന് മുന്നേ നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ഓർക്കണം, ഞാൻ നിങ്ങളെ പോലെ ഒരുത്തിയല്ല. ഇവള് കുറെ നേരമായാലും ഇത് പറയുന്നു. ശരി, നിനക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു. കേട്ടല്ലോ? ഞാൻ അവര് രണ്ടുപേരോട് പറഞ്ഞതാണല്ലോ, പക്ഷെ ഇപ്പൊ ശരിക്കും പെട്ടുപോയല്ലോ. ഇപ്പൊ താലിയിട്ട് തരുന്നത് എങ്ങനെ തടയും? ഒരു പിടിയുമില്ല. ഇവിടെ നിന്ന് ഒച്ച വെച്ചാൽ പോലും ആരും കേൾക്കൂല. ഇത്ര വലിയ മുറിയാണെങ്കിൽ ഒന്ന് ഒളിച്ചിരിക്കാൻ പോലും സ്ഥലമില്ല. ശോ, എന്ത് ചെയ്യും എന്റെ ദൈവമേ? എനിക്കിങ്ങനെ ഒരു ചെറുക്കനെ കല്യാണം കഴിക്കണ്ട. സ്നേഹിച്ച പെൺകുട്ടിയെ വിശ്വാസമില്ലാത്തവൻ. ദിശ, നീ തെറ്റിദ്ധരിക്കരുത്. അഥവാ നീ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അപ്പൊ നീ ഇത് തന്നെ ചെയ്യും, ഞാൻ ഈ ചെയ്ത കാര്യം. പ്രദീപ്, ഞാൻ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു. പക്ഷെ നിങ്ങൾ എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഞാനിപ്പോ ഏത് അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന്? ഞാൻ ചെയ്യാത്തൊരു തെറ്റിന്റെ ശിക്ഷയാണ് എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനുമായി വിവാഹം നിശ്ചയിച്ച സമയത്ത് നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാണ്, ദിശ, എല്ലാ അവസ്ഥയിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന്. എന്നിട്ട് ആ വാക്കിന് എന്ത് സംഭവിച്ചു? സാഹചര്യം മാറിയപ്പോ തന്ന വാഗ്ദാനം മാറിയോ? നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് വിശ്വാസത്തോടൊപ്പം ആ സ്നേഹവും ഇല്ലാതായോ? ഇല്ല ദിശ, ഞാൻ ഇപ്പോഴും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിന്നെ പരിചയപ്പെട്ടത് മുതൽ ഞാൻ ഒരേ ഒരു കാര്യമേ ചിന്തിച്ചിട്ടുള്ളൂ, എനിക്കൊരു ഭാര്യ ഉണ്ടായാൽ അവൾ നിന്നെ പോലെ തന്നെ ആയിരിക്കണമെന്ന്. പക്ഷെ ഇനിയില്ല ദിശ, നമ്മുടെ ഈ കല്യാണത്തിന് ഇനി ഫ്യൂച്ചറില്ല. ഞാൻ ഇനി നിന്നെ അംഗീകരിച്ചാൽ തന്നെ ആളുകൾ എന്ത് പറയും? ആരും ഒന്നും പറയില്ല മോനെ. കല്യാണം കഴിഞ്ഞാൽ എന്റെ മോള് നിന്റെ ഭാര്യയാണ്, പിന്നെ എപ്പോഴും അവൾ നിന്നോടൊപ്പം ഉണ്ടാകും. നീ ഇപ്പോ ഇതൊന്ന് സമ്മതിക്ക്, പിന്നെ എല്ലാം ശരിയാവും. ഇനി ഒന്നും ശരിയാവാൻ പോകുന്നില്ല. നീ തന്നെ ചിന്തിച്ചു നോക്ക് ദിശ, ഞാൻ നിന്നെ അംഗീകരിച്ചാലും എൻ്റെ ഫാമിലി നിന്നെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നമ്മൾ ജീവിക്കുന്ന ഈ സൊസൈറ്റി ഉണ്ടല്ലോ, ആ സൊസൈറ്റി നിന്നെ അംഗീകരിക്കും തോന്നുന്നുണ്ടോ? ഐ എം സോറി ദിശ. സൊസൈറ്റി എന്ത് കരുതും എന്നുള്ളത് എന്റെ വിഷയമല്ല. നിങ്ങൾ എന്ത് കരുതുന്നു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എന്ന് എനിക്ക് ചിന്തിച്ചേ പറ്റൂ ദിശ. ഈ സൊസൈറ്റി ഇഗ്നോർ ചെയ്ത് നമുക്ക് എന്തായാലും ജീവിക്കാൻ കഴിയില്ല, അതൊരിക്കലും ശരിയാവില്ല. എന്റെ അച്ഛൻ എപ്പോഴും പറയും, നമ്മുടെ ഭാവി നമ്മുടെ കൈകളിൽ മാത്രമാണെന്ന്, അല്ലാതെ മറ്റുള്ളവരുടെ അല്ല. നിങ്ങൾ നിങ്ങളുടെ ഭാവി മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഭാവി ഇല്ലാതായി. നിനക്ക് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ കഴിയും ദിശ, പക്ഷെ എനിക്കത് പറ്റില്ല. എനിക്ക് എൻ്റെ ഫാമിലിയെ കുറിച്ച് ചിന്തിച്ചേ പറ്റൂ ദിശ. നാളെ ചിലപ്പോൾ എൻ്റെ അനിയത്തിയുടെ കല്യാണമാകുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും? അപ്പോഴവർ ഈ കല്യാണത്തിൻ്റെ കാര്യം ചിന്തിക്കും. എൻ്റെ അനിയത്തിയുടെ ജീവിതവും അതോടെ അവതാളത്തിലാവും. എനിക്ക് അത്രയും വലിയൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല ദിശ. ഐ എം സോറി, എന്നോട് ക്ഷമിക്കൂ. ഐ കാൺ മാരി യു.
പ്രദീപ്, ദിശ ഒന്നും ചെയ്തിട്ടില്ല പ്രദീപ്. അവൾ ഇന്നലെ എന്നോട് പറഞ്ഞ ഇന്ന് അവളുടെ കല്യാണമാണെന്ന്. അവൾ വളരെ സന്തോഷത്തിലായിരുന്നു പ്രദീപ്. നിങ്ങൾക്ക് അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളെ ഉപേക്ഷിച്ച് പോരുത്. പ്ലീസ് പ്രദീപ്, പ്ലീസ് പ്ലീസ് അവളെ ഉപേക്ഷിക്കരുത്. ഏയ്, ഇവനെ പിടിച്ച് പുറകിലത്തെ ഗോഡൌണിൽ കൊണ്ടുവിടും. ഞാൻ വന്നവന് വേണ്ടത് കൊടുത്തോളാം. കൊണ്ടുപോ. പ്രദീപ്, ഞാൻ പറയുന്നത് കേക്ക്. പ്രദീപ് പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക് പ്രദീപ്. വാമോനെ, നമുക്കിറങ്ങാം. ചേട്ടാ, ഈ കല്യാണം വേണ്ടെന്ന് വെച്ച് പോവല്ലേ. ചേച്ചി, ഞങ്ങളുടെ മോളുടെ ജീവിതം തകർക്കരുതേ. ചേട്ടാ, ചേച്ചി, ചേച്ചി. ചേച്ചി, ചേച്ചി. ഏട്ടാ, അവരോട് പോവരുതെന്ന് പറ. എന്റെ മോളുടെ ജീവിതം നശിക്കും. എന്റെ മോളുടെ ജീവിതം നശിക്കും. എന്റെ ഭഗവാനെ, നീ എന്റെ പ്രിയെ തിരികെ തന്നല്ലോ. നീ എന്നോട് ഒരുപാട് അലിവ് കാണിച്ചു. എന്നോട് ഒരു ദയ കൂടി കാണിക്കൂ. അവൾക്ക് പിടിപെട്ടിരിക്കുന്ന ആ വിചിത്രമായ രോഗം ഭഗവാനെ ഒന്ന് മാറ്റിത്തരൂ. അവള് വല്ലാതെ വിചിത്രമായ രീതിയിൽ സംസാരിക്കുന്നു. എന്റെ പ്രിയാണെന്ന് പോലും തോന്നുന്നില്ല. അവളെ എന്റെ പഴയ പ്രിയായി മടക്കി തരൂ. എന്റെ ഭഗവാനെ, എന്റെ പഴയ പ്രിയെ ഒന്ന് തിരിച്ചു തന്നൂടെ. ദൈവമേ, അച്ഛമ്മ ശരിക്കും സത്യമോ പറയുന്നേ? സത്യമാണ്. അതെന്താ? ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോ നീ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇത് പറയൂ, നീ പ്രിയക്ക് നിന്റെ ഡ്രസ്സ് കൊടുത്തോ? ആ അച്ഛമ്മേ, അച്ഛമ്മ എനിക്ക് തന്ന സാരി ഉണ്ടല്ലോ, അത് ഞാൻ അവൾക്ക് കൊണ്ടേ കൊടുത്തിട്ട് ആ ഉടുപ്പ് ഊരി മേടിച്ചു. എന്താ? ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ, ഞാൻ അവളെ കൊണ്ട് ആ സാരി ഉടുപ്പിച്ചു എന്ന്. അവളെ നന്നായിട്ട് ഒരുക്കുകയും ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് അവളെ റെഡിയാക്കിയത്. നന്നായി. കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. വേണ്ട വേണ്ട അച്ഛമ്മേ, ഇപ്പൊ അങ്ങോട്ട് പോവണ്ട. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ അഭിയെ അവളുടെ മുറിയിലേക്ക് പോകുന്നത് കണ്ടു. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ശരി, ഞാൻ പോയി പിന്നെ കണ്ടോളാം. അച്ഛമ്മേ, അച്ഛമ്മ പ്രാർത്ഥിക്കുന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കും ദൈവത്തോട്. പ്രിയ ഇങ്ങോട്ട് വന്നത് വളരെ നല്ല കാര്യം തന്നെയാ. ഇവിടെ വന്നിട്ട് എല്ലാരോടും തർക്കുത്തരോ പറയുന്നത്. അതും പോട്ടേന്ന് വെക്കാം. പക്ഷെ അവളുടെ ദേഹോപദ്രവം ഉണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റത്തില്ല. മൈഥിലി, നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ നിങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ടച്ച് ചെയ്യും. നിങ്ങളുടെ മനസ്സിലേക്ക് എല്ലാ കാര്യങ്ങളും ട്രാൻസ്ഫർ ആവും. ശരി. ഒരു ചൂളം വിളി കേട്ടാ ഒട്ടും സഹിക്കാൻ പറ്റില്ല അച്ഛമ്മേ. എന്നെ കൊണ്ട് പറ്റില്ല, പറ്റില്ല അച്ഛമ്മേ, പറ്റില്ല. എന്തൊക്കെയാ പറയുന്നത്?